ഹലോ എവ്രി വൺ, ട്രാവൽ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബെർലിനിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സമയം ഇപ്പോൾ 6 മണിയോട് അടുത്തിട്ടുണ്ട്. സൂര്യൻ നന്നായിട്ട് ഉദിച്ചു വന്നിരിക്കുന്നു. സ്റ്റേഷനിലൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ വരുന്നതാണ് നമ്മുടെ ട്രെയിന്. ഇത് ഗ്രാൽമിറിറ്റ്സിൽ നിന്നുള്ള രണ്ടാമത്തെ ട്രെയിനാണ്. ആദ്യത്തെ ട്രെയിന് രാവിലെ 5 മണിക്കാണ് പുറപ്പെടുന്നത്. ഞാനിന്ന് എൻ്റെ യാത്ര അല്പം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഗ്രാൽമിറിറ്റ്സിൽ നിന്ന് ബെർലിനിലേക്ക് 2 മണിക്കൂറിലധികം ദൂരമുണ്ട്. ഈ ട്രെയിന് നേരെ പോകുന്നത് റോസ്റ്റോക്കിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് ബെർലിനിലേക്കുള്ള ട്രെയിന് മാറിക്കയറണം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സീറ്റൊക്കെ കിട്ടി. ഇവിടെ യാത്രക്കാർക്ക് തങ്ങളുടെ കൂടെ തങ്ങളുടെ സൈക്കിളും ക്യാരി ചെയ്യാവുന്നതാണ്. ഇവിടെ പുറത്ത് വൈക്കോൽ കൂനകളെന്ന് തോന്നുന്ന രീതിയിൽ ഉണങ്ങിയ പുല്ലുകൾ ഇത്തരത്തിൽ ബോളുകളായിട്ട് കൂട്ടിയിട്ടുണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ റോസ്റ്റോക്കിൽ എത്താറായിട്ടുണ്ട്. റോസ്റ്റോക്കിൽ എത്താറായി എന്ന് സൂചിപ്പിക്കുന്ന അനൗൺസ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ട്രെയിനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും മറ്റു ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ റോസ്റ്റോക്കിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരെ കാണുന്നതാണ് ബെർലിനിലേക്കുള്ള ട്രെയിന്. എല്ലാവരും ധൃതി പിടിച്ചുള്ള ഓട്ടത്തിലാണ്. 2 മിനിറ്റ് വ്യത്യാസത്തിൽ ട്രെയിൻ ഇപ്പോൾ എടുക്കും. ബെർലിനിലേക്കുള്ള ട്രെയിനുകളെല്ലാം വലിയ ട്രെയിനുകളാണ്. താഴെയും മുകളിലും ഇരിക്കാനുള്ള ഒത്തിരി സ്പേസ് ഈ ട്രെയിനിനുള്ളിലുണ്ട്. സാധാരണ ബെർലിനിലെ ട്രെയിനെല്ലാം ഫുള്ളായിട്ടാണ് ഓടുന്നത്. രാവിലെ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല. യാത്രക്കാരൊക്കെ സാധാരണയായിട്ട് സ്റ്റെപ്പിലൊക്കെ ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഒത്തിരി സീറ്റൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇവിടെ നമുക്ക് റിസർവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും നമുക്ക് ഇത്തരത്തിൽ ഇരിക്കാവുന്നതാണ്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റും അസൂബി ടിക്കറ്റും ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ട്രെയിൻ ഇതേ റോസ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയൊരു 2 മണിക്കൂർ യാത്ര. അത്യാവശ്യം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേന് നമ്മൾ ബെർലിനിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാ യാത്രക്കാരും ഇറങ്ങാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബെർലിനിലെ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഒത്തിരി ട്രെയിനുകളെയും ഒത്തിരി പ്ലാറ്റ്ഫോമുകളും ആൾക്കാരും ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റേഷൻ്റെ പുറത്ത് കടക്കണമെങ്കിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. യാത്രക്കാരെല്ലാം ട്രെയിനിൽ നിന്ന് ഇറങ്ങി തങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇതേ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ബെർലിനിലെ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്ന ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാനും ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാനും ഒക്കെ. ആദ്യം വന്ന സമയത്ത് ഞാനും അല്പം ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. നമ്മളിപ്പോൾ കാണുന്നത് ബെർലിനിലെ റെയിൽവേ സ്റ്റേഷനിലെ ഉള്ളിലെ കാഴ്ചകളാണ്.
സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിലെ ഓൾമോസ്റ്റ് എല്ലാ കടകളും ഓപ്പൺഡാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റിനെ ജർമ്മനിയിൽ ഫ്രൂസ്റ്റുക്ക് എന്നാണ് പറയുന്നത്. ഞാൻ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. മെക്ഡൊണാൾഡ്സിനുള്ളിൽ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനൂസ് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മെഷീൻസിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ക്യാഷ് നമുക്ക് കാർഡായിട്ടോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ തന്നെ പേ ചെയ്യാവുന്നതാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ബർഗറും ക്യാപ്പിച്ചിനോ ആണ് ഓർഡർ ചെയ്തത്. കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്തത്. അതിനുശേഷം നമ്മളിരിക്കുന്ന ടേബിളിൽ ഇത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റ് എടുത്തു വെക്കേണ്ടതാണ്. നമ്മൾ ഏത് നമ്പർ പ്ലേറ്റ് ആണോ എടുക്കുന്നത് അത് ആ മെഷീനിൽ എൻട്രി ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓർഡർ കിട്ടത്തുള്ളൂ. അധികം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. അപ്പോഴത്തേന് എൻ്റെ ഓർഡർ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. ക്യാപ്പിച്ചിനോ ഞാൻ 2 ഷുഗർ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ ബർഗറുമാണ് വന്നത്. ചീസ് ബർഗറാണ്, മിത്ത് ചിക്കനാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ദേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടെ പുറത്തേക്കുള്ള എൻട്രൻസും അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റിയും മറ്റും കാണിക്കുന്ന സൈൻ ബോർഡുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സ്റ്റേഷൻ്റെ തലങ്ങും വിലങ്ങും എല്ലാം ട്രാക്കുകളാണ്. ഇപ്പം കാണുന്നത് ദേ മേലെ ട്രാക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. ഇവിടെ നമുക്ക് റീജിയണൽ ബാനുകൾ മാത്രമല്ല, അതുപോലെ തന്നെ എസ് ബാനുകളും ഊബാനുകളും അതായത് ട്രാമുകളും ഐസികളും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനുകളാണ്. ഇവിടെ ജർമ്മനിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ്. അതായത് റീജിയണൽ ട്രെയിനുകൾ, എസ് ബാനുകൾ, ഊബാനുകൾ, ഐസികൾ, അതുപോലെ തന്നെ നമ്മുടെ ബസ്സുകൾ ഒക്കെ ആയിട്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വളരെയധികം വലുതാണ്. ഇവിടെ ഓരോ ഫ്ലോറിലും ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഫുഡ് ഈറ്റിംഗ് റെസ്റ്റോറൻറ്റുകളാണ് കൂടുതലും. ഷൂസും ബാഗ്സും ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പും അവൈലബിൾ ആണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എൻട്രൻസ് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അവസാനം ഈ സ്റ്റേഷൻ്റെ എൻട്രൻസിലേക്ക് നമ്മളിതേ വന്ന് നിൽക്കുകയാണ്. ഇവിടെ എല്ലാ ട്രെയിനുകളിലും DB എന്ന് ഷോർട്ടാക്കിയിട്ടുള്ള സിമ്പലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് പോലെ ഇവിടെ ജർമ്മനിയിൽ ഡോയ്ഷ് ബാനുകൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DB. സ്റ്റേഷന് പുറത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒത്തിരി ടാക്സികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ടൂറിസ്റ്റുകളെ ബെർലിൻ നഗരം ചുറ്റിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡുകളും ധാരാളം ഇവിടെ ഉണ്ട്. ഇതാണ് ക്യൂബ് ഓഫ് ബെർലിൻ എന്നറിയപ്പെടുന്നത്. ക്യൂബോയിഡ് ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബെർലിൻ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബെർലിൻ റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് എന്ന പോലെയാണ് തോന്നുന്നത്. ഇത്തരത്തിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന സൈറ്റ് സീയിങ് ബസ്സുകൾ നമുക്ക് ധാരാളമായിട്ട് ബെർലിൻ സിറ്റിയിൽ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് ജർമ്മനിയുടെ അതിപ്രശസ്തമായിട്ടുള്ള ബ്രാൻഡൻബുർഗ് ഗേറ്റ് കാണാനാണ്. അതായത് ജർമ്മനിയിൽ പറഞ്ഞാൽ ബ്രാൻഡൻബുർഗ് ടൂർ. ഇവിടേക്ക് പോകുന്നതിന് 2 പാലങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്നത് പഴയ പാലമാണ്. ഞാൻ നിൽക്കുന്നത് പുതിയ പാലവും. അവിടെ കൂടിയും ആൾക്കാർ നടക്കാറുണ്ട്. ബെർലിൻ ഒരു വലിയ നഗരം തന്നെയാണ്.
കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് സിഗ്നൽ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഗ്രീൻ സിഗ്നൽ കണ്ടാൽ മാത്രമേ ജർമ്മനിയിൽ റോഡ് മുറിച്ചു കടക്കാനായിട്ട് പാടുള്ളൂ. സിഗ്നൽ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബീപ്പിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ റോഡൊക്കെ മുറിച്ചു കടന്ന് ഞാൻ ദേ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ബ്രാൻഡൻബുർഗ് ടൂറിന് അടുത്തെത്താറായിട്ടുണ്ട്. ബെർലിൻ സിറ്റിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ബസ്സുകൾ കാണാനായിട്ട് പറ്റും. ടൂറിസ്റ്റുകളെ നഗരം ചുറ്റിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് സീയിങ് ബസ്സുകളാണിവ. നമ്മൾ നേരത്തെയും ഇത്തരത്തിലൊരു ബസ്സിനെ കണ്ടിരുന്നു. നഗരം മൊത്തം ഇത്തരത്തിലുള്ള ബസ്സുകളാണ്. ആൾക്കാർ ടിക്കറ്റൊക്കെ എടുത്ത് അവരുടെ ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ട് ബസ്സിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവസാനം ബ്രാൻഡൻബുർഗ് ടൂറിൽ എത്തിയിരിക്കുകയാണ്. ജർമ്മനിയുടെ അതിപ്രശസ്തമായിട്ടുള്ളൊരു മോണുമെൻ്റാണ് ബ്രാൻഡൻബുർഗ് ടൂർ. ബെർലിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ബ്രാൻഡൻബുർഗ് ഗേറ്റ് കണക്കാക്കപ്പെടുന്നത്. ഈ ഗേറ്റിന് മുകളിലായിട്ട് 4 കുതിരകളെ ഓട്ടിക്കുന്ന റോമൻ ദേവതയായ വിക്ടോറിയയെ നമുക്ക് കാണാം. ബ്രാൻഡൻബുർഗ് ഗേറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ്. ഇത് ഫെഡറിക് രണ്ടാമൻ രാജാവിൻ്റെ പ്രതിമയാണ്. ഇതാണ് ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി. ബെർലിൻ എങ്ങനെയാണ് ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റിയായിട്ട് മാറിയതെന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലും എല്ലാം കൂടി ബെർലിനെ യൂറോപ്പിൻ്റെ ഹൃദയമെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിവിശാലമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും ബിൽഡിങ്സിൻ്റെ ഭംഗിയും എല്ലാം ചേർന്ന് ബെർലിന് ഗ്രേ സിറ്റി എന്നൊരു പേരും ഉണ്ട്. അടുത്ത് നമ്മൾ ബെർലിനിൽ കാണാൻ പോകുന്നത് ഈ കത്തീഡ്രലും ഈ ടവറുമാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. ഇന്നത്തെ ബെർലിനിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.